ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ 10ാമത്തെ വിഭവമായിട്ടോ കാണിക്കുന്നത്. സദ്യയ്ക്ക് ഇലയിൽ വിളമ്പുന്ന ക്രമം അനുസരിച്ച് 10ാമത്തെ വിഭവമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ചോറ് വിളമ്പുന്നതിന് മുമ്പ് ഇലയിൽ തൊടുകറിയായിട്ട് വിളമ്പുന്ന വിഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പിലിട്ടത് കാണിച്ചു, അതുപോലെ കിച്ചടി 3 കാണിച്ചു, മധുരപ്പച്ചടി കാണിച്ചു, അതിനൊക്കെ അവിയൽ കാണിച്ചു, തോരൻ കാണിച്ചു, സ്റ്റൂ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഓലനും ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടുകറിയാണ് കാണിക്കാൻ പോകുന്നത്. കൂട്ടുകറി എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു വിഭവം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാവുന്നതെന്ന് പറയുമ്പോൾ അതിന് ചില കാര്യങ്ങൾ നമ്മൾ മുൻകൂറായിട്ട് ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. കൂട്ടുകറി ഉണ്ടാക്കുന്നത് കടല കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഒന്ന് കടല വേവിക്കാനിടണം. കടല ഒന്ന് കുതിർന്ന് കിട്ടണം. അത്രയും മണിക്കൂറിന് മുമ്പ് നമ്മൾ കടലേന്ന് വെള്ളത്തിലിടണം. ഒരു 8 മണിക്കൂർ മുമ്പെങ്കിലും കടല കറി വെക്കുന്നതിന് ഒരു 8 മണിക്കൂർ മുമ്പെങ്കിലും കടല നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണേ. അപ്പോൾ ഞാൻ ഒരു കപ്പ് കടല വെള്ളത്തിലിട്ട് കുതിർത്താനിട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പച്ചക്കറികളൂടെ നോക്കാം. കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കൂർ വെള്ളത്തിലിട്ടു. അതിനുശേഷം അപ്പോഴാണ് ഇത് കുതിർന്ന് വന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കണേ. കടല വേവിക്കാനായിട്ട് ഒരു കുക്കറിലോട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇതിന് ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടേ ഇനിയിപ്പം ഒന്ന് വേവിക്കാൻ വെക്കാം. കഷ്ണത്തിന് നമ്മൾ ഉപ്പിടുന്നതുകൊണ്ടേ കടലയ്ക്ക് ആദ്യം ഉപ്പിടുമ്പോൾ ഒരുപാട് ഉപ്പിടരുത് കേട്ടോ, കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ. അപ്പോൾ കൂട്ടുകറിക്ക് വേണ്ട കഷ്ണങ്ങളെ ഞാൻ ഒരു 3 ഏത്തക്ക എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത്രയും കഷ്ണങ്ങളാണ് ഞാൻ കൂട്ടുകറിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ചിലയിടത്തൊക്കെ പറയുമ്പോൾ ഏത് കഷ്ണങ്ങളൊക്കെ വേണമെങ്കിലും കൂട്ടുകറിക്ക് ഇടാമെന്ന് പറയും കേട്ടോ. പക്ഷെ ഞങ്ങളിവിടെ ഈ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ, സദ്യക്ക് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ ഇത്രയും കഷ്ണങ്ങളെ ചേർക്കാറുള്ളൂ കേട്ടോ, ഇത്രയും വെജിറ്റബിൾസേ ചേർക്കാറുള്ളൂ. മുരിങ്ങയ്ക്ക് എല്ലാവരും ഇടാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇവിടെയൊക്കെ മുരിങ്ങയ്ക്ക ഉപയോഗിക്കാറുണ്ട്. അതുമാത്രമല്ല, എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പല പച്ചക്കറികൾ ഉപയോഗിക്കുന്നു പറയും, പടവലങ്ങയൊക്കെ ഇടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഞങ്ങൾ സദ്യക്ക് കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടാറില്ല. അപ്പം ഈ മുരിങ്ങയ്ക്കൊക്കെ അരിയുമ്പോഴേ നമ്മൾ അവിയലിൽ നിന്ന് അരിയുന്ന പോലെ വലിയ കഷ്ണങ്ങളായിട്ട് അരിയരുത് കേട്ടോ. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുന്നത്. കഷ്ണങ്ങൾ കണ്ടോ, ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിയുന്നത്. മത്തങ്ങയെ ചതുര കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ അരിയാനായിട്ട്. ഒരുപാട് വലിയ കഷ്ണമല്ല, എന്നാലും സ്വല്പം വലിപ്പമുള്ള ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് എടുക്കണം. അത് ഞാൻ അരിയുമ്പോൾ കാണിക്കാവേ. കറിയൊക്കെ എല്ലായിടത്തും ഉണ്ടാക്കുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിൽ പല വെജിറ്റബിൾസ് ഉപയോഗിച്ചും ചിലപ്പോൾ ചില ചേരുവകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ആയിരിക്കും ചേർക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ എല്ലാവർക്കും ഈ കൂട്ടുകറിയും മറ്റുള്ള കറികളെല്ലാം തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ സദ്യ എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാലും ദിവസം ഉണ്ടാക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേകത വെച്ചിട്ടായിരിക്കും സദ്യയുടെ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഒരുപാട് വലിയ കഷ്ണങ്ങളും അല്ല, ഒരുപാട് ചെറിയ കഷ്ണങ്ങളുമല്ല. വലിയ ചേനയൊക്കെ എടുക്കുന്നതെങ്കിൽ ഇതിനൊരു സൈഡിൽ നിന്ന് നമ്മൾ കപ്പ കൊത്തുന്ന പോലെ കൊത്തി അങ്ങ് എടുക്കും. ഈ വലിയ പാചകങ്ങളൊക്കെ ചെയ്യുന്നവർ. നമ്മൾ പിന്നെ അത്രയും വലിയതായിട്ടൊന്നും ചെയ്യാതെ നമ്മളത് ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് അങ്ങ് അരിഞ്ഞ് ഇങ്ങനെ കൊത്തി ഇടുമെന്നാണ് ഞാൻ പറഞ്ഞത്. കണ്ടതേ ഇതുപോലെ കൊത്തി ഇടും, ചതുര കഷ്ണങ്ങളാക്കാതെ. അപ്പോൾ പെട്ടെന്ന് കഷ്ണം വേകുകയും ചെയ്യും, വലിയ പാടുമില്ല അരിഞ്ഞെടുക്കാനായിട്ട്. ഈ നമ്മളിത് കഷ്ണങ്ങളാക്കി ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഒക്കെ എടുക്കുന്ന പാടുമില്ല. ഇങ്ങനെ അങ്ങ് എടുക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പ് കൊത്തി അരിയുവാണെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞും കിട്ടും. ഞാൻ എപ്പോഴും ഇങ്ങനെ കൊത്തിയെടുക്കാത്തതാണ് എനിക്ക് അത്ര വശം പോലെ, എന്നാലും ശരി ഇങ്ങനെ അങ്ങ് എടുക്കുന്നതാണ് നല്ലത്. ഏത്തക്കയാണ് ഇനി അരിഞ്ഞിടുന്നത്. പച്ച ഏത്തക്ക ഇട്ട് നമ്മൾ ഈ കൂട്ടുകറി വെക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് വേറെ ഏത് കറിക്കായ എന്ന് ഉപയോഗിച്ചാൽ ആ ഒരു സ്വാദ് കിട്ടത്തില്ല. പച്ചക്കായ അരിഞ്ഞിടുമ്പോഴേ എപ്പോഴും വെള്ളത്തിലോട്ട് തന്നെ അരിഞ്ഞിടണേ. ഇതിപ്പോൾ ഇച്ചിരി വെള്ളം കുറവായിപ്പോയി, പാത്രം ചെറുതായി പോയത് കൊണ്ടേ, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്തു പോകാൻ ചാൻസ് ഉണ്ട്.
ഇച്ചിരി വലിയ പാത്രം എടുക്കേണ്ടതായിരുന്നു, ഞാൻ എടുത്തപ്പോഴേ ഇച്ചിരി ചെറിയ പാത്രമായിപ്പോയി. അതിനൊക്കെ ഏത്തയ്ക്ക മെഴുക്കുവരട്ടി വെക്കാനൊക്കെ നല്ല നല്ല ടേസ്റ്റ് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏത്തയ്ക്ക ഉപ്പേരി വെക്കുന്നത്. ഇവിടെ ഏത്തക്കൊല ഇപ്പം ഇല്ല, നേരത്തെ ഏത്തക്കൊല ഉണ്ടാകുമ്പോൾ ഞാൻ ഏത്തയ്ക്ക വരച്ച് ഉപ്പേരി വെക്കും. നമ്മൾ വീട്ടിലുണ്ടാകുന്ന കായാകുമ്പോൾ അതിന് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. വെളിയിൽ നിന്ന് വാങ്ങിച്ചങ്ങനെ വെക്കാറില്ല. ഞാൻ 2 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട് ഈ ഇതിൻ്റെ കഷ്ണത്തിന് വേണ്ടിയിട്ട്. ചെറിയ ഏത്തയ്ക്കായിരുന്നു, ഒത്തിരി വലിപ്പമുള്ളതായിരുന്നില്ല. കടല വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. കടല വെന്ത് കണ്ടോ. ഇനിയിപ്പം നമുക്ക് ഈ കടലയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടെ ചേർത്ത് ഒന്ന് വേവിക്കാം. അപ്പം ഞാൻ നമ്മൾ മൺപാത്രത്തിനകത്ത് വേവിക്കുന്ന കേട്ടോ എപ്പോഴും ടേസ്റ്റ്. ഞാൻ അന്നേരം ആദ്യം കടല ഈ കുക്കറിനകത്തിട്ടാണ് വേവിച്ചത്, കാരണം അടുപ്പത്തൊക്കെ ഇട്ട് വേവിക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം. അപ്പം ഗ്യാസിൽ വെച്ച് കുക്കറെ വെച്ച് കടല അങ്ങ് വേവിച്ചെടുത്തു. ഇനിയിപ്പം നമുക്ക് ഈ മൺകലത്തിനകത്തിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാവേ. കഷ്ണങ്ങൾ ഒരുപാട് ഉടഞ്ഞു പോകാതെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് നല്ലത് ഈ മൺപാത്രത്തിനകത്തിട്ട് അടുപ്പേ വെക്കുന്നതാണ്. പക്ഷേ ഓണത്തിന് തന്നെ ഈ കറികൾ വെക്കുമ്പോൾ ഇതൊന്നും മൺപാത്രത്തിനകത്തൊന്നും വെക്കാനുള്ള സമയമൊന്നും കിട്ടത്തൊന്നുമില്ല. അതെല്ലാം പെട്ടെന്ന് കുക്കറിനകത്ത് വെച്ചങ്ങ് മാറ്റത്തേ ഉള്ളൂ. എന്തായാലും ഇത് വെക്കുമ്പം ആ വെക്കുന്ന രീതിയിൽ തന്നെ കാണിക്കാമെന്ന് കരുതിയാണ് കേട്ടോ ഈ പാത്രത്തിനകത്ത് തന്നെ വെക്കുന്നത്. നമ്മൾ കഷ്ണങ്ങൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വേണം വേവിക്കാൻ വെക്കാൻ. ഇച്ചിരി സമയം ഒരു അരമണിക്കൂർ എടുക്കും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും. ചേനയും കൂടെ ഉള്ളത് കൊണ്ടേ അത്ര പെട്ടെന്ന് വെന്ത് വരത്തില്ല. ഒരു 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണേ. അതുപോലെ നമ്മൾ കടലക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഞാൻ കഷ്ണം ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതേ കഷ്ണം നിറഞ്ഞിരിക്കുന്നത് കണക്കാക്കണ്ട, അത് വേവാകുമ്പോഴത്തേക്കും വെന്ത് വരുമ്പോഴത്തേക്കും അതങ്ങ് താന്നു പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി ഒന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പിനുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരണ്ടി എടുത്ത് അതിനുള്ള മറ്റുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ കൂട്ടുകറിക്കുള്ള അരപ്പിനായിട്ട് 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങ ചിരണ്ടി എടുത്തു. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആയതാണ് കേട്ടോ ഇത്രയും എടുത്തത്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 സ്പൂൺ നല്ല ജീരകം ഇടുവാണേ. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും. അതുപോലെ നമ്മൾ കൂട്ടുകറിയുടെ അരപ്പിനകത്ത് ചേർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണിത് കുരുമുളക്. ഇത്രയും കുരുമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് അതുകൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതേ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇച്ചിരി ഒരു 3 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചതച്ചെടുക്കുവാണേ. നമ്മളിതേ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതേ കൂട്ടുകറി ഉണ്ടാക്കുമ്പോഴും അരപ്പിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതേ അവിയലിന് അരച്ചതുപോലെ അല്ല ഇത് അരച്ചിരിക്കുന്നത് കണ്ടോ. അവിയലിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് കൂട്ടുകറിക്ക് അരയണം കണ്ടോ. ഈ നമ്മളൊരു കറി ശരിയാകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങ അരയ്ക്കുന്ന അരപ്പൊക്കെ കറക്റ്റ് പാകത്തിന് വന്നാലേ ആ കൂട്ടുകറി അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റിൽ കിട്ടത്തുള്ളേ. നമ്മൾ അവിയലിന് തോരന് ചായക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് അവിയലിന് അരയ്ക്കും. അതിനേക്കാളും നന്നായിട്ട് കൂട്ടുകറിക്ക് അരയ്ക്കും കണ്ടോ. ദേ കണ്ടോ ഈ പരുവത്തിന് കൂട്ടുകറി അരച്ചെടുക്കണം. ഞാനിപ്പോൾ വെള്ളം ചേർക്കാതെ കേട്ടോ അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് അരച്ച മിക്സിയുടെ ജാറൊന്ന് കഴുകി ഞാനിച്ചിരി വെള്ളം എടുത്ത് വെക്കുന്നുണ്ട്. ആ കറിക്കകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കഴിയുമ്പോൾ ആവശ്യമാണെങ്കിൽ ഞാൻ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും. നമുക്ക് കഷ്ണം വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു. തീ എന്നിട്ട് കുറച്ചിടുകയും ചെയ്തു, തിളച്ച് തൂവിയതുകൊണ്ട് കഷ്ണങ്ങൾ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും അതുപോലെ പച്ചമുളകും ഒക്കെ ചേർത്ത കാരണം ഞാൻ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടിയെ ചേർക്കുന്നുള്ളേ. ഇളക്കി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പ് ചേർക്കാവേ. നമുക്കിനി അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട്
തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടെ കുറുകും. അത് കാരണം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ അടുപ്പയിലോട്ട് കടുക് വറക്കാനുള്ള പാത്രം വെച്ച് പാത്രം ചൂടായി. അപ്പോൾ ഞാൻ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കടുകിടാം. കടുകിട്ട് പൊട്ടി ഞാൻ അതിനകത്തേക്ക് ഒരു സ്വല്പം ജീരകവും കൂടെ, നല്ല ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു. രണ്ടു കരിവേപ്പിലയും കൊടുത്തു. അതേ കടുക് താളിച്ചുകൂടെ ചേർത്ത് നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്വല്പം ഇരുന്ന് കഴിയുമ്പം ഇത് നന്നായിട്ടൊന്ന് കുറുകും കേട്ടോ. ഇപ്പോൾ ഇത്രയും വെള്ളമുള്ളത് നോക്കണ്ട. കാരണം ഇത്രയും വെള്ളത്തിൽ നമ്മൾ വാങ്ങി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇങ്ങനെ കട്ടയായിപ്പോവും ഭയങ്കരമായിട്ട്. അപ്പോൾ ഇത് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓണസദ്യയിൽ ഇലയെ വിളമ്പുന്ന അവസാനത്തെ വിഭവമായിട്ടുള്ള കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൂട്ടുകറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലാണോ നിങ്ങൾ കൂട്ടുകറി വെക്കുന്നത്, അതോ നിങ്ങളൊക്കെ കൂട്ടുകറി വെക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം.